നശ്വരമായി എൻ്റെ ജീവിതത്തെ അനശ്വരമാക്കാൻ വന്ന അനശ്വരക്കുട്ടിക്ക്. ഉദാഹരണം സുജാതയിൽ എൻ്റെ മോൾ ഒരുപാട് വിഷമിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്തിരി കാശ് മോഷ്ടിച്ചതിനാണോ എൻ്റെ കുട്ടിയെ അത്രയും വിഷമിപ്പിച്ചത്? മറ്റുള്ളവരുടെ മത്തങ്ങ കട്ട എൻ്റെ ഹൃദയം കട്ട സുന്ദരി, ഐ ലവ് യു. ഇതാ എന്നെ നോക്കൂ, ഹൃദയം പോക്കറ്റടിക്കപ്പെട്ട ആ കള്ളനാണ് ഞാൻ. മഴയും വെയിലും കുടയുടെ അതിപ്രസരമില്ലാതെ ഒന്നിച്ച് നനയണം. തേങ്ങ മോഷ്ടിച്ചതിന് തെറി പറഞ്ഞ നാട്ടിലെ എല്ലാ നായിന്റെ. ഈ വാലന്റൈൻസ് ഡേ നിങ്ങൾ എപ്പോഴെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുപോലെ അങ്ങനെ ഒരു ഒന്ന് രണ്ട് തവണ ഇതുപോലെ. ഇപ്പൊ സിംഗിൾ ആണോ? അതൊക്കെ നമ്മള് കുറച്ച് പുറത്തു വിടാം. പ്യാരിലാൽ ഭവാനി അതിലെ ഡയലോഗ് ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും റിജക്ഷൻ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അതേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് തോക്കാണോ റോസാപ്പൂ ആണോ പിടിക്കാൻ പേടി? എന്തും പിടിക്കും. തോക്കാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടാണ്, മാറ്റാനും മുള്ളുണ്ട്. അനശ്വര ഇപ്പൊ സിനിമയുടെ ഭാഗമാകുന്ന സമയത്ത് എങ്ങനെയാ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാ മാറുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ടോ? വരും നേരെ വന്ന് നിൽക്കുന്നു. അപ്പോ എന്റെ ഫേവറേറ്റ് ആക്ടറാണ് ശരിക്കും പറയാൻ. നേരിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊരു പറഞ്ഞിട്ടില്ല. അല്ല നേരിട്ട് വെച്ചാൽ ഒരു ഇന്റർവ്യൂലൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ അതെ. പൈങ്കിളി എന്ന് പേര്, നമ്മുടെ സിനിമയുടെ പേര് പൈങ്കിളി എന്നാണല്ലോ. എങ്ങനെ ഈ പദം കിട്ടിയെന്ന് അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചിലപ്പോ ഓഡിയൻസ് സഞ്ജയനല്ലേ? സഞ്ജയനാണ് ആക്ച്വലി വേറൊരു ടൈറ്റിലായിരുന്നു. അപ്പൊ സംസാരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പരിപാടി പിടിച്ചാലോ, ഞാനാണ് അങ്ങനെ പറഞ്ഞു. പൈങ്കിളിയുടെ പ്രൊമോഷന് പോകുമ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ കാണുമായിരുന്നു. ഫുൾ എനർജറ്റിക് ആണ് നിങ്ങളുടെ ഡാൻസ്, പാട്ട്, ഒരു രക്ഷയില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഹാർട്ട് അറ്റാക്കിലെ രണ്ടുപേരും എല്ലാവരും ഒരുമിച്ച് ഓ അടിപൊളി. നേരത്തെ അവിടെ ഒരു പടർന്നു. ട്രെയിലർ കണ്ടു. ട്രെയിലർ കാണുന്ന സമയത്ത് നായകന് മാത്രമല്ല ചെറിയ വട്ടുള്ളത്, കൂടെ അഭിനയിക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ വട്ടുള്ള പോലെ തോന്നി. മൊത്തത്തില് അങ്ങനെ സാധനമൊക്കെ തോന്നും. ഒരു കിളികള് മാറിയിട്ടുള്ള ഒരു സിനിമയാണോ പൈങ്കിളി? അങ്ങനെയൊക്കെ തോന്നുന്ന മൊത്തത്തില് ലൗഡായിട്ടുള്ള ഒരു പടമാണ്. ലൗഡ് പെർഫോമൻസ് ആണ് എല്ലാവരും. ഭയങ്കര ലൗഡ് ഹ്യൂമറാണ് പടം. പിന്നെ ഈ പറഞ്ഞ പോലെ പൈങ്കിളി പേര് പോലെ തന്നെ ഫുൾ പൈങ്കിളി തരങ്ങളൊക്കെ ആയിട്ടുള്ള പടമാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും കാണുമ്പോ ഒരു വട്ട് ഉള്ള പോലെയൊക്കെ തോന്നുന്നു പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു സാധനം 14 പടം കാണുമ്പോ അങ്ങനെയാണ്. ഇപ്പൊ അനശ്വര ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് വളരെ കുറവാണ്, എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ മുഴുവനായിട്ടൊരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഒരു ഹ്യൂമർ പടത്തിൽ, ഒരു കോമഡി പടത്തിന്റെ ഭാഗമായിട്ടും കുറച്ചായി. അപ്പം ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഗുരുവായൂരാണ്. അതിന്റെ ഫുൾ ലെങ്ത് ഞാൻ ചെയ്യുന്നത് കുറെ നാളിന് ശേഷമാണ്. അപ്പോൾ രസമാണ് ഈ ക്യാരക്ടർ. എന്റെ ക്യാരക്ടറിന്റെ പേര് ഷിബ ബീബി എന്നാണ്. ഷിബ. അപ്പൊ ആദ്യമായിട്ട് നായകനായിട്ട് വരുന്ന ചിത്രം, 2 നായികമാർ മനസ്സിലിട്ട് പൊട്ടിയോ കേട്ടപ്പോ? പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് പൊന്മാലിലാണ് എന്റെ ആദ്യത്തെ പെയറായിട്ട് ലിജോ മോള് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇതിലേക്ക് ഇന്നാവുന്നത് കേൾക്കുന്നത്. അപ്പോഴും ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ 2 പേരുണ്ട്. പക്ഷെ ആരൊക്കെയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് കാസ്റ്റ് ആയത്. അനശ്വരയും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഓക്കെ, അടിപൊളിയായിരുന്നു. നല്ല ഈ സച്ചിനാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണ് പേരായിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ആദ്യ സിനിമയാണ് കൂടെ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള കുറെ പേരുകൾ ഉണ്ട്. ഒരു സിനിമയിൽ തന്നെ കുറെ പേരുകൾ വന്ന പോലെയായിരുന്നു. എനിക്ക് കോള് വന്നപ്പോൾ തന്നെ ഇങ്ങനെ കഥ പറയാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഥ കേട്ടാൽ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു സഞ്ജയനുണ്ട്, ചന്തു ഉണ്ട്, പിന്നെ റോഷനുണ്ട്, അനശ്വരയുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഫൺ പാക്ഡ് ആയിട്ടുള്ള സിനിമ ആയിരിക്കും അപ്പൊ തന്നെ തോന്നിയിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു? സജിൻ ചേട്ടനാണ് നമ്മുടെ നായകനായിട്ട് വരുന്നത്. എനിക്ക് ആവേശം റിലീസായി കഴിഞ്ഞിട്ട് ആണ് എനിക്ക് ഞാൻ നറേഷൻ സ്റ്റോറി കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു നടൻ, നമ്മള് ആദ്യം ജാനമൻ മുതലേ ചിലപ്പോൾ നോട്ട് ചെയ്യുന്ന ക്യാരക്ടർ അമ്പാനാണെങ്കിൽ ജാനമൻ മുതലേ നമ്മൾക്ക് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് ശരിക്കും പറയാൻ. നേരിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ല നേരിട്ട് വെച്ചാൽ ഒരു ഇന്റർവ്യൂലൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ അതെ. അപ്പോ ആളുടെ കൂടെ പിന്നെ ബാക്കിയുള്ള ക്രൂ, ഇപ്പം ഡയറക്ടർ ആണെങ്കിലും ശ്രീധേട്ടനാണെങ്കിലും ജിത്തു ചേട്ടനാണെങ്കിലും അങ്ങനെ നല്ലൊരു
ക്രൂവും അതേപോലെ കാസ്റ്റും ഇപ്പൊ ചന്തുചേട്ടൻ, ജിസ്മ ചേച്ചി, ചന്തുച്ചേട്ടൻ, ചന്തുചേട്ടൻ, റോഷൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ കുറെ വേറെ കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ ഒരു പടം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് വന്നപ്പോ. ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ അടിപൊളി ആയി കഴിഞ്ഞാൽ പേഴ്സണലി മെസ്സേജ് വെച്ച് നമുക്ക് പറയാൻ ഒരു ചമ്പല. ഞാൻ ആദ്യം മെസ്സേജ് അയക്കാൻ ചന്തുചേട്ടന. മഞ്ഞുകൾ കണ്ടിട്ട് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് അയക്കാൻ ചന്തുചേട്ടന. ആണോ? അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്റർവ്യൂല് ഓരോരുത്തരുടെ പറയുന്നത് ഈ പൈങ്കിളിയുടെ ഭാഗമാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പൈങ്കിളി എന്ന് പേര്, നമ്മുടെ സിനിമയുടെ പേര് പൈങ്കിളി എന്നാണല്ലോ, എങ്ങനെ ഈ പദം കിട്ടിയെന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചിലപ്പോ ഓഡിയൻസ് പോലെ അറിയില്ല. സഞ്ജയനല്ലേ? സഞ്ജയനാണ് ടൈറ്റിൽ. ആക്ച്വലി വേറൊരു ടൈറ്റിലായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചാലോ. ഞാനാണ് അങ്ങനെ പറഞ്ഞു. ഈ പേരിട്ടത് ചേട്ടനാ? ഇതായിട്ട് ബന്ധമുള്ള വേറൊരു പേരായിരുന്നു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴേക്ക് ഇതിങ്ങനെ നേരത്തെ ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും എഴുതി പരിപാടിയൊക്കെ എഴുതുന്ന അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോ വർക്കായി. പൈങ്കിളി ശരിക്കും പൈങ്കിളിന്ന് ആളുകള് പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഈ പദം എപ്പോഴാണെന്നറിയോ? മറ്റേ പാട്ടൊക്കെ കേട്ടപ്പോഴാണ് ആദ്യം കേട്ടത് പൈങ്കിളി. എങ്ങനെ ആ പദം ആളുകൾ പറയാൻ തുടങ്ങിയെന്നറിയോ? കിളിയല്ല, ഞാൻ ആദ്യം കേൾക്കുന്ന നമ്മൾ പാട്ടിലൊക്കെ കേട്ടില്ലേ, പൈങ്കിളി അങ്ങനെ അതിൽ കേട്ട്, പിന്നെ അതിനുശേഷം പിന്നീട് ഇങ്ങനെ കേട്ട് ഒരു നോവലായിട്ടാണ്. നമ്മുടെ പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞാൽ 1950 നമ്മള് അതിൽ കുറച്ച് അത്ര നോവൽ ഇങ്ങനെ വായിക്കാൻ നമ്മള് പാട്ടൊക്കെ കേട്ട് അന്നേ കൊമേഴ്ഷ്യലി ആയിരുന്നു കുറച്ച്. നിങ്ങൾ ഈ ലവ് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതാറുണ്ട്. എന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതി ഇങ്ങനെ കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്ക്. അല്ല അങ്ങനല്ല, വേറെ ആൾക്കാർക്ക് വേണ്ടി എഴുതി കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ സാഹിത്യമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഞാൻ ആ സമയത്ത് സ്പൂഫ് ലവ് ലെറ്റേഴ്സ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. അതായത് ഒരു സിനിമകളിലെ ഡയലോഗുകൾ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സ്പൂഫ് പരിപാടിയായിരുന്നു അന്ന് എഴുതിക്കൊണ്ടിരുന്നത്. അന്ന് എഴുതി ഓരോരുത്തർക്ക് കൊടുക്കും, അവര് നമുക്ക് കട്ട്ലറ്റ്, സിപ്പർ അങ്ങനത്തെ പരിപാടിയായിരുന്നു. ഇതിലും അങ്ങനെയൊക്കെ തന്നെ പടത്തില് ചെറിയൊരു സ്കൂപ്പിന്റെ ഒരു പരിപാടി. പല നമ്മൾ കണ്ട പഴയ സിനിമകളിലെ കുറെ സിറ്റുവേഷൻ ഒക്കെ പോലത്തെ രീതിയിൽ ഇതിലും സിറ്റുവേഷൻ ഒക്കെ വന്നിട്ട് മൊമെന്റ്സ് ഒക്കെ. അപ്പൊ അതൊരു ചെറിയൊരു സ്പൂഫ് പോലെ ലെയർ ആയിട്ട് ഉണ്ടാവും. അങ്ങനെ നമുക്ക് കണക്ട് ആവും, ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള സീനുകൾ ഉണ്ട്. പക്ഷെ എക്സാക്ട് അതല്ല, പക്ഷെ ചെറിയൊരു ലെയർ സ്പൂഫ് പോലെ. അല്ല, നമ്മളിപ്പോ റിയൽ ലൈഫിലാണെങ്കിൽ നമ്മളെല്ലാരും സംസാരിക്കുമ്പോൾ സിനിമ ഡയലോഗുകൾ കയറി വരും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഹിറ്റ് സിനിമയിലെ ഡയലോഗ് അതുപോലെ. അങ്ങനെ മലയാള സിനിമയിൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൈങ്കിളി ഡയലോഗ് ഉണ്ടോ? ഡയലോഗ് അല്ല, മറ്റേ ഡയലോഗ്. ഈ സിനിമ മൊത്തത്തിൽ പൈങ്കിളി അല്ല. പൈങ്കിളി എന്ന് പറഞ്ഞത് ടൈറ്റിലും പിന്നെ നമ്മള് പ്രസന്റ് ചെയ്യുന്ന രീതിയും പൈങ്കിളിയാണെന്നുള്ളത്. ക്രിഞ്ച് രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതാണ്. അല്ലാതെ നമ്മൾ ഫുൾ ടൈം പൈങ്കിളി അങ്ങോട്ടും ഇങ്ങോട്ടും പൈങ്കിളി അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒരു ക്യാമ്പയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അനശ്വരയ്ക്ക് ഒരു ലവ് ലെറ്റർ എഴുതാം. ഇപ്പൊ ഒരു 30-ൽ പരം ലവ് ലെറ്റർ നമുക്ക് കിട്ടി. പക്ഷെ അതിൽ നിന്നൊരു ബെസ്റ്റ് ആയിട്ടുള്ള ലവ് ലെറ്റർ ആണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെനിക്ക് സജിൻ ചേട്ടൻ വായിച്ച് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊരു 90s പോവാം. എന്നാലും ഒരു പഴയ കാലഘട്ടത്തിലെ എക്സ്പ്രഷൻ കൊടുക്കണം കേട്ടോ ഓരോ വരി കേൾക്കുന്ന സമയത്ത്. നശ്വരമായി എന്റെ ജീവിതത്തെ അനശ്വരമാക്കാൻ വന്ന അനശ്വരക്കുട്ടിക്ക് പേ പിടിച്ച നായി എന്ന് കേട്ടിട്ടുണ്ടോ മോളെ? പേ പിടിച്ച നായി എന്ന് കേട്ടിട്ടുണ്ടോ മോളെ? നീ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ നായയെ പോലെ വെള്ളം കുടിക്കാതെ അലയുകയാണ് നിന്റെ പിന്നാലെ ഇന്ന് ഞാൻ. ഉദാഹരണം സുജാതയിൽ എന്റെ മോൾ ഒരുപാട് വിഷമിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്തിരി കാശ് മോഷ്ടിച്ചതിനാണോ എന്റെ കുട്ടിയെ അത്രയോ വിഷമിപ്പിച്ചത്? നാട്ടിൽ എത്ര പറമ്പിൽ നിന്നും ഞാൻ തേങ്ങ മേടിച്ചിട്ടുണ്ട്, എത്ര മാല മേടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും എനിക്ക് നിന്റെ അത്ര പീഡനങ്ങൾ നേരിട്ടേണ്ടി വന്നിട്ടില്ല. മറ്റാർക്കും നിന്നെ അന്ന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് അന്ന് നിന്നെ മനസ്സിലായി. അന്ന് മുതൽ എന്നിൽ അനുരാഗത്തിന്റെ മത്തങ്ങ പൂവുകൾ മൊട്ടിട്ട മത്തങ്ങ കായ്ച്ചുടങ്ങി പോകുമ്പോഴാണ് പ്രണയത്തിന്റെ തണുപ്പുമായി മറ്റൊരു മത്തങ്ങ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്റെ തണ്ണി മത്തങ്ങ, എന്റെ അനശ്വര. തേങ്ങക്കള്ളനായി ഞാൻ അന്ന് മുതൽ തണ്ണീർമത്തൻ കള്ളനായി. ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ഒരു തണ്ണീർമത്തൻ കട്ടക്കള്ളനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മത്തങ്ങ കെട്ട എന്റെ ഹൃദയം കെട്ട സുന്ദരി, ഐ ലവ് യു. ഇതാ എന്നെ നോക്കൂ, ഹൃദയം പോക്കറ്റടിക്കപ്പെട്ട ആ കള്ളനാണ് ഞാൻ, നിന്റെ കള്ളക്കുട്ടൻ, കാട്ടുകള്ളൻ. പിന്നെ ഇത്രയൊക്കെ ആണെങ്കിലും ഉള്ളത് പറയാമല്ലോ, ഞാൻ സോനാരയുടെ ഭാഗത്താണ്. എനിക്ക് ആ ദീപുവിനെ പണ്ടേ അറിയാം. മോളെ നോക്കുന്നതിനൊപ്പം സോനാരയും അവൻ വളയ്ക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അവന്റെ ഓവർ വിനയവും നന്മയും. മോളതറിയാതെ പോയല്ലോ, സാരമില്ല, ആ വിഷമം ഞാൻ ഉടനെ തീർക്കുന്നുണ്ട്. പ്രണയ സിനിമകൾ മോൾ മാക്സിമം ഒഴിവാക്കണമെന്നാണ് എന്റെ പക്ഷം. നായകന്മാരെ നോക്കി മോൾ നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം
പിടയ്ക്കും, ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ഏട്ടൻ അതൊന്നും ഇഷ്ടമല്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇനിയുള്ള ജീവിതം നിന്റെ ഹൃദയം മോഷ്ടിച്ച് എനിക്ക് കഴിഞ്ഞുകൂടണം. മഴയും വെയിലും കുടയുടെ അതിപ്രസരമില്ലാതെ ഒന്നിച്ച് നനയണം. തേങ്ങ മോഷ്ടിച്ചതിന് തെറി പറഞ്ഞ നാട്ടിലെ എല്ലാ നായിന്റെ മുന്നിൽ നിന്റെ ഇടത് കരത്തിൽ വലത് കരം ചേർത്ത് എനിക്ക് നടക്കണം എന്ന് നിന്റെ മാത്രം ഒന്നുമില്ല, 2 കുത്ത് മാത്രം. ആരോ അതൊക്കെ പറഞ്ഞു. ഇതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ വായിച്ച് ഞാൻ കഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഐറ്റം കേട്ടിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അത് നന്നായിട്ട് എഴുതിയോണ്ട് വായിച്ച് കഷ്ടപ്പെട്ടില്ല. അത് കുറച്ച് ബാക്കി ഞാൻ തന്നെ ഊഹിച്ചു പറഞ്ഞ കുറച്ച്. ഇപ്പൊ അനശ്വരക്ക് ഞങ്ങൾ ലവ് ലെറ്റർ കൈമാറിയിട്ടുണ്ട് കേട്ടോ. നന്ദി. ഇരുന്ന് വായിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പ്രേമിച്ചിട്ടുണ്ടാവല്ലോ, നിങ്ങളുടെ ലൈഫിൽ പ്രേമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രേമത്തിൽ ക്രിഞ്ച് വേണം. അതായത് ഭയങ്കര സീരിയസ് ആയി പ്രേമിക്കുന്നവരുണ്ട്, കുറച്ച് ഈ ക്രിഞ്ച് ഒക്കെ ഇട്ട് പ്രേമിക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രേമം അത് നമ്മൾ കാണുന്ന രീതിയിൽ രണ്ടാള് കഴിഞ്ഞിട്ട് അത് മൂന്നാമതൊരാളിലെത്തുമ്പോഴാണ് അതൊരു ക്രിഞ്ച് ആവുന്നത്. രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാവുമ്പോൾ അത് പ്രേമമാണ്. റൊമാൻസ്. എന്റെ കോളേജിൽ എന്റെ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അവര് ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് അവര് ഭയങ്കര ഇന്റലക്ച്വൽസാ, ഭയങ്കര ഇന്റലക്ച്വലാ. ഫുൾ ടൈം ബുക്ക് വായനയൊക്കെ. അപ്പൊ അവർ രണ്ടുപേരും കണ്ടുമുട്ടി അവരാ മൂലയ്ക്ക് നിന്ന് ബുക്ക് വായിക്കും, അവര് സംസാരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇന്റലക്ച്വൽ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അവിടെ ചെല്ല് അടുത്ത് നിന്ന് കേൾക്കുമ്പോഴാണ് അവര് സംസാരിക്കുന്നത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ മറ്റടുത്ത് നമ്മൾ പോയി അവിടെ പോയി കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഭയങ്കര. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോരുത്തരുടെ പ്രേമം. നമ്മളത് കാണുമ്പോൾ മാത്രമേ നമുക്കത് ഇതായിട്ട് തോന്നുള്ളൂ. ഈ പ്രൊമോഷന്റെ സമയത്ത് ഒരു പ്രണയ നിമിഷങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിട്ടാണോ? അതെ അതെ. ഒരു ഭയങ്കരമായിട്ട് കെയറിങ് സപ്പോർട്ട്. നമ്മൾ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരാളല്ലേ അനശ്വര? നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓഫ് കോഴ്സ്, അങ്ങനെ വേണമല്ലോ. കുറെ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണല്ലോ. അപ്പൊ ആ ഒരു പ്രണയ നിമിഷങ്ങൾ വിമൻ ചേട്ടനായിട്ട് ഇപ്പൊ വീഡിയോസ് ഒക്കെ വൈറലാകുമ്പോൾ ആളുകൾ കമന്റ്സിലൂടെ പറയാണ് ഇതുപോലത്തെ ഒരു കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഞങ്ങളിതിലെങ്ങനെ ജീവിച്ചു നോക്കോട്ടെ. ഞങ്ങൾ ആദ്യം വെച്ച ഈ സിനിമയുടെ ഭാഗമാണെന്നാണ് വിമൽ ചേട്ടൻ. പിന്നീട് മനസ്സിലായത് സപ്പോർട്ടിനായിട്ട് ടീമായിട്ട് തന്നെ വർക്ക് ചെയ്തു. ബബിൾ സോങ് ഇല്ലേ, ബബിൾ സോങ്ങിൽ ഈ മൂലയിൽ വരുന്ന ആ വിളക്ക് വെച്ചിട്ട് കറങ്ങാം, അത് വിമല അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഫുൾ ക്രൂവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ വാലന്റൈൻസ് ഡേ നിങ്ങൾ എപ്പോഴെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? കാരണം നമ്മളെപ്പോലത്തെ സിംഗിൾസിന് ഈ വാലന്റൈൻസ് ഡേ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ എങ്ങനെ ഇത് ആഘോഷിക്കുന്ന അറിയില്ല. വാലന്റൈൻസ് ഡേ ഒക്കെ കുറെ ആഘോഷിച്ചതല്ലേ? ഇല്ല, ഇതുവരെ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല. സീരിയസ്ലി? ചേട്ടനോ? ഞാൻ ഇതുപോലെ അങ്ങനെ ഒരു 1-2 തവണ ഇതുപോലെ അല്ല പോയി പ്രപ്പോസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മള് പൂവൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ 2 തവണയൊക്കെ ആയിട്ട് ചെറുതായിട്ട് നമ്മള് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വർക്കൗട്ടൊന്നായില്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മള് കുറച്ച് പുറത്തു വിടാം. എല്ലാം നല്ല രീതിയിൽ പുറത്തു വിടാം. ചന്ദ്രചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഇത്ര ദിവസങ്ങളെ ഭയങ്കരമായിട്ട് പ്രപ്പോസൽ ഡേ ഭയങ്കര ചെലവാണ്. ഒരു ദിവസം മാത്രമായിട്ട് എല്ലാ ദിവസവും ആവണമെന്നാണ് എന്റെ ഒരു അങ്ങനെ ഒരു ദിവസം മാത്രമായിട്ട് അങ്ങനെ വെക്കണത്. അത് ആഘോഷിക്കുന്നത് അങ്ങനെയല്ല. വാലന്റൈൻസ് വരുമ്പോ ഇപ്പൊ ബർത്ത് വരുമ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കില്ലേ, അതുപോലെ വാലന്റൈൻസ് വരുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കും, അത്രയുള്ളൂ. പിന്നെ അങ്ങനെ കുറെ നാളായിട്ട് സിംഗിൾ ആയി ജീവിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ആഘോഷിക്കാറില്ല. മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കുക. അനശ്വരയോ? ഇല്ല, ഞാൻ അങ്ങനെ ഇതൊരു ആഘോഷിച്ചു. സ്കൂൾ ടൈമിൽ ആഘോഷിക്കാൻ പറ്റില്ല എനിക്ക് കൃത്യമായിട്ട്. അല്ല, അങ്ങനെ 2 പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ട് ഒരു ദിവസം വേണം എന്നില്ല എന്നൊരു ചിന്താഗതി ഉള്ള ഒരു ആളാണ് ഞാൻ. എല്ലാ ദിവസവും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാലോ, എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം തോന്നുമ്പോൾ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാം, എന്നും പ്രണയിക്കാം. അങ്ങനെ ഒരു ഫെബ്രുവരി 14 വേണം എന്നില്ലാത്ത ഒരാളാണ് ഞാൻ. പണ്ഡിതയാണ്. അതെ അതെ ഓക്കെ, ഞാൻ കുറച്ച് ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് നല്ല പ്രണയിനികൾ അല്ലെങ്കിൽ ഒരു കപ്പിൾസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ കുറച്ച് പേരുകൾ പറയും, നിങ്ങൾക്ക് അറിയുന്ന മലയാള സിനിമയിലെ ബെസ്റ്റ് കപ്പിൾസിന്റെ നെയിമാണ് പറയുന്നത്. അത് ഏത് സിനിമയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ജോർജ് സെലിൻ. എന്താ? ജോർജ് പ്രേമം. ഓക്കെ, റെഡി? അതാരായിരുന്നു പറഞ്ഞത്? റെഡി. രാംദാസ് രാധ. നമ്മുടെ രാംദാസ്. അയ്യോ
അയ്യോ അക്കരകരല്ല മറ്റേ പട്ടണത്തിൽ സിനിമ. പ്രവേശം അല്ല പട്ടർ പ്രവേശമല്ല, ക്ലൂ തരാം ഞാനോട് കറ്റ്. കറക്റ്റ് ഏതാണ്ട് ആ എല്ലാ ഏകദേശം ഒരു ഓക്കെ ഇത് മറ്റേ നമ്മൾ ഇന്നലെ പോയി കൺഫ്യൂഷൻ ആയി പോയില്ല, അമേരിക്കയിലാണോ അമേരിക്കയിലാണോ? എവിടെ പോണെന്ന് വെച്ചപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയി പോയി. അതാണ് 3 ഇതുള്ളവരുണ്ട്. ഓക്കെ അടുത്തത് സോന അബി. ആ ഓക്കെ ശങ്കർദാസ് അനുരാധ. മറ്റേത് അനുരാധ. മറ്റേ പടം ആ അഴകിയരാണ്. ആ പ്യാരിലാൽ ഭവാനി. കല്യാണം. അതില് ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒന്ന് സ്കിപ്പായി പോയതാ. അമ്പിളി അപ്പുട്ടൻ. കൊട്ടാരം വീട്ടിൽ കൊട്ടാരം വീട്ടിലെ പൊട്ടി. Yes, yes, yes. ഉണ്ണികൃഷ്ണൻ ഗാഥ. ഇത് വന്ദനം. ഓക്കെ ഓക്കെ ഡെന്നീസ് അഭിരാമി. ഇത് സമരത്തെ കലയം. ഓക്കെ ഓക്കെ അടിപൊളി. നിങ്ങൾക്ക് ഒരുപാട് പ്രണയങ്ങള് അങ്ങോട്ട് തോന്നിയിട്ടുണ്ട്? ജയിച്ചവർക്ക് ഒന്നുമില്ലേ? കയ്യടി. ആരാ ജയിച്ചത്? എല്ലാവരും എല്ലാവർക്കും സമ്മാനമുണ്ട്. ഈ നിങ്ങളുടെ സെറ്റ് ഭയങ്കര രസമായിരിക്കും, കാരണം ഭയങ്കര എന്റർടൈൻമെന്റിൽ ആളുകളായിരിക്കും. നിങ്ങളുടെ ഈ പറഞ്ഞ പ്രൊമോഷന് വരുമ്പോൾ തന്നെ ആ വൈബ് മനസ്സിലാവുന്നുണ്ട്. സെറ്റിൽ ഇതുപോലത്തെ ഭയങ്കര വൈബിൾ ആളുകളാണോ അതോ അധികം സംസാരിക്കാതെ മാറി നിൽക്കുന്ന ആൾക്കാരാണ്? ഭയങ്കര ഉള്ളവർ നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. പടത്തിലുള്ളതിനേക്കാളും വൈബായിരുന്നു. എല്ലാവരും ആ ക്യാരക്ടറൊക്കെ ആയിട്ടൊക്കെ നിൽക്കണായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും പിന്നെ ആവേശം സെയിം ടീമായിരുന്നു ഞങ്ങൾ. ജിത്തു ആണെങ്കിലും ശ്രീധരനാണെങ്കിലും പിന്നെ ഇവരും കൂടി ചന്തുവിനെയൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇവരൊക്കെ വന്ന് 2 ദിവസങ്ങളെ ഫുൾ ഓളം ആലുവയിലായിരുന്നു ഷൂട്ട്. എന്റെ വീട് ആലുവ തന്നെ അടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തില് അടിപൊളിയായിരുന്നു എല്ലാവരും. എപ്പോഴെങ്കിലും റിജക്ഷൻ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അതേ കിട്ടിയിട്ടുള്ളൂ. അതെ പിന്നെ ഉറപ്പല്ലേ അങ്ങനെ. നമ്മുടെ അടുത്ത് ആരും ഇങ്ങനെ ഒന്നും വന്നിട്ട് ഇങ്ങോട്ട് നമ്മളങ്ങോട്ട് പോകുന്നതിന് മുന്നേ പറയുന്നു വിഷയമില്ല, ഇപ്പൊ മുന്നോട്ട് പോകാന്നുള്ള കോൺഫിഡൻസ് ആയിട്ട്. ഈ റിജക്ഷൻ കിട്ടുന്നവരോട് അല്ലെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്നവരോട് ഒരു പൈങ്കിളിയിലുള്ള ഒരു മറുപടി കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇതല്ലെങ്കിൽ മറ്റൊന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. എന്തായാലും വിജയം ഉറപ്പായിട്ടും കാണാം. അത്രേ ഉള്ളൂ. ഞാൻ പോകുന്ന വഴി തളരരുത്. നമ്മളൊരു യാത്ര പോവാണല്ലോ. പോകുന്ന വഴിയിൽ ഒരാളെ കാണാൻ വേണ്ടി പോകുന്ന വഴി ചിലപ്പോ വേറെ എനിക്ക് തോന്നണേ എല്ലാം അങ്ങനെ പോയി എനിക്ക് തോന്നണേ ഇതിനിങ്ങനെ ട്രൈ ചെയ്യാതെ കറക്റ്റ് ടൈമിലെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് വന്നോളൂ. വന്ന് ചേരും. അങ്ങനെയൊക്കെ ഇരിക്കും. അല്ല എനിക്ക് തോന്നുന്നു വന്ന് ചേരുന്നതാണെന്ന് തോന്നുന്നു. അത് ശരിയാണ്. ഭയങ്കരമായിട്ട് ശരിയില്ല. ഇപ്പൊ ഓരോ സിനിമകൾ വരുംതോറും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മച്ചേട്ടൻ. അമ്മച്ചേട്ടൻ അഭിനയം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് പഠിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തിയേറ്റർ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ചെയ്യുന്നു. സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകം അല്ലാതെ അമച്ചർ ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ പടം കഴിയുമ്പോഴും പോളിഷ് ചെയ്ത് പോവാന്നുള്ളത്, കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി പോവാന്നല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല വേറെ. പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ലാസ്റ്റത്തെ സിനിമ റിലീസായപ്പോ ആളുകളുടെ ഓരോ സിനിമകൾ വരുംതോറും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞ ഫിസിക്കലി ആയാലും ആക്ടിംഗ് ആയാലും ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരിക. ഈ സിനിമ റിലീസായിട്ട് ആളുകൾ ഈ പറഞ്ഞ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ സമയത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയതാ ആര് പറഞ്ഞ കമന്റ് ആയിരുന്നു? അതിപ്പോ ഡയറക്ടർ വിളിച്ചു പറഞ്ഞത് ആസിഫ് അതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ പടം നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടല്ല. ആദ്യം വിളിച്ച അങ്ങനല്ലോ, വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ബർത്ത്ഡേന് വിഷ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വിഷ് ചെയ്തു നിന്റെ പടം ഭയങ്കര അഭിപ്രായം ഉണ്ടല്ലോ, ഞാൻ നിന്നെ വിളിക്കാൻ ചുമ്മാ തോന്നിയപ്പോ വിളിച്ചാണ്, സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അത് ഇങ്ങനെ വിളിച്ച് സംസാരിക്കും. ജ്യോതിഷറിനെ വിക്രം വിളിച്ചില്ല. ആ വിക്രം വിളിച്ചു. അതും വിളിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു. വിക്രം ജ്യോതിഷറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ എല്ലാം പടം ഭയങ്കര ലൈഫുണ്ട്, അതുപോലെ തന്നെ എന്നോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നി എന്ന് പറഞ്ഞു എന്റെ ക്യാരക്ടറിനോട്. അപ്പൊ അത് വർക്കായി. പുള്ളി ആവേശം കണ്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അതല്ലാതെ ഒരു ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഒന്നുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട്. മറ്റവനില്ലേ അവനെ കൈ വെട്ടു ഇതൊക്കെ പറഞ്ഞു, അവര് ഓടിച്ചിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ. അതൊക്കെ ഭയങ്കര സന്തോഷമായി. ക്യാരക്ടർ വർക്കായില്ലോ ദേഷ്യം തോന്നുമ്പോ. ഇത് നിങ്ങളുടെ ഈ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു 100 നമുക്ക് അതിന് 100+ ഇടാൻ വേണ്ടി തോന്നുമല്ലോ. നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ആയ സഞ്ജയന്റെ അടുത്താ. ആള് അതിപ്പോ ആളുടെ സജഷൻ ആണെങ്കിലും എന്റെ ക്ലോസ് ആണെങ്കിലും ആളപ്പുറത്ത് ചത്ത അഭിനയിക്കും. അത്രയും നമുക്ക് റിയാക്ഷൻ നമുക്ക് തരുവാള്. ഇപ്പം ഞാൻ എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അങ്ങനെ ചെയ്തോക്ക് എന്ന് പറയും. ആള് കുറെ കയ്യിൽ നിന്നൊക്കെ ഇടും. അപ്പം എന്നോടും പറഞ്ഞത് അങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവും പറയും. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സൈഡ്. മൊത്തത്തില് അത് വർക്കാക്കി എടുക്കാന്നുള്ളതാണ് സീൻ. അതെ അത് രണ്ടുതാണെങ്കിലും ഒരു എനർജി പാസിംഗ്
എനർജി പാസ് ചെയ്യാന്നുള്ളതാണ് വർക്ക് ചെയ്യുമ്പോൾ. മൊത്തത്തിൽ അങ്ങനെ എല്ലാരും ഒന്ന് ഹൈ ആയി നിൽക്കുമ്പോ നമ്മളും അങ്ങ് കേറും. അത് സെറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. എല്ലാരും ഒന്ന് കേറി അങ്ങനെ അഭിനയിക്കും, നമ്മൾ ആ കൂടെ അങ്ങ് പോകും. അനശ്വര പറഞ്ഞാല് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ നിക്കില്ല. സാക്ഷ്യം നിൽക്കുമ്പോ അവിടെ ഒന്നും നിക്കില്ല, അഭിനയിക്കില്ല എല്ലാവരും. ചിലവര് വേറെ ആൾക്കാരെ കയറി നിൽക്കുന്ന ഷോൾഡർ ഒക്കെയാണ്. പക്ഷെ സഞ്ജാൻ, ഞാനത് സഞ്ജാൻ്റെ അടുത്ത് പഠിച്ചത്. സഞ്ജാൻ എല്ലാ ഷോട്ടിലും വന്ന് നിൽക്കും അവിടെ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ റിയാക്ഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. മറ്റേത് ഒരാൾ വെറുതെ പറയുന്നതും പെർഫോം ചെയ്യുമ്പോൾ കണ്ട് അതിന് റിയാക്ഷൻ കൊടുക്കുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലത്തൊക്കെ പാളിപ്പോറുണ്ട്, തിരിച്ചു ചെയ്യാൻ പറ്റുമല്ല, കൈയൊക്കെ നോക്കിയായിരിക്കും പറയണത്, ലെഫ്റ്റ് ബാസ്കറ്റ് ടൈപ്പൊക്കെ നോക്കി. ഈ ഇപ്പൊ യൂട്യൂബില് സ്റ്റാർസ് ആണല്ലോ, കാരണം അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അത്രയും ഫാൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പ്രൊമോഷനിൽ സ്റ്റേജിൽ കയറിയാലും കയ്യടി കൊണ്ട് കണ്ണീര് വരെ വന്ന ആളാണ്. കാരണം അതൊരു ഇമോഷനാണ്, സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നതാണ്. പക്ഷെ ഈ ബിഗ് സ്ക്രീനിൽ വരാന്നാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. അതിന്റെ ആദ്യ സിനിമ, അതിന്റെ ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ ഓരോ കാര്യവും നമുക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ഇതില്? എനിക്ക് തോന്നുന്നു അവർക്ക് ഒരുപാട് ഓഫർ ഒന്നും ഉണ്ടായിരുന്നു സെലക്ട് അല്ലേ? എന്തുകൊണ്ടാവും സെലക്ട് ചെയ്ത്? എന്തുകൊണ്ടാ ഫൈനലി തന്നെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്? ഒരുപാട് വർഷമായില്ലേ. അപ്പം ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പം നമ്മളും സിനിമയുടെ റൈറ്റിംഗിലാണ്. 1-2 മൂവി റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രോജക്ട്സ് മനസ്സിലുണ്ട്. അപ്പൊ അതിൽ തന്നെ ആയിരിക്കും തുടങ്ങുക എന്നിങ്ങനെ മെന്റലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിനെക്കാട്ടിലും നല്ലതായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ വിഷ് ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന പേരുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഉറപ്പായും ചെയ്യണം എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചിത്തുചേട്ടനാണ് കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ വന്നത്. അപ്പോ കഥയും കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. ടു ബിഗിൻ വിത്ത് അത് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തോന്നിയതുകൊണ്ട് അങ്ങനെ പിക്ക് ചെയ്തതാണ്. പടത്തിന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. ഓഫേഴ്സ് നിരസിച്ചിട്ടാണ് പല ഓഫറുകളും എടുത്തത് എന്തുകൊണ്ടായിരിക്കും? നല്ല സെലക്ഷൻ ആയിരുന്നു. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പേ നിങ്ങൾ സിനിമയെ കുറിച്ച് ഈ ഒരുപാട് പ്രഡിക്ട് ചെയ്ത ആളുകൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ആവും? സിനിമ റിലീസ് ആവാൻ പോവാണ്, അധികം പറയണ്ട, സിനിമ റിലീസായ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചെയ്താലും കണ്ടിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ പൊക്കി പറഞ്ഞാലും താത്തി പറഞ്ഞാലും ചെറിയൊരു സിനിമയാണ്, അധികം വലിയതൊന്നുമല്ല, സിമ്പിളാണ് എന്ന് പറഞ്ഞാലും അവർ പോയി കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാലാണ് അവർ ട്രസ്റ്റിന്റെ പുറത്തുള്ള വന്നത്. ആ ട്രസ്റ്റ് ഇല്ലാണ്ടായി പോകുന്നുള്ളതാണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം പറയാം, പടം കണ്ടിട്ട് തീരുമാനിക്കട്ടത്. പിന്നെ എല്ലാവരും പറയുന്നത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറയുന്ന, സിനിമയിൽ വർക്ക് ചെയ്ത ഒരാൾ പറയുമ്പോൾ അവര് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറയുന്ന, ചിലപ്പോ വർക്കാവാതിരിക്കാം. നമ്മളത് നമ്മൾ ചെയ്തൊരു വർക്ക് കാണുമ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമ ചെയ്യുന്നത്. അത് അവിടെ എത്തുമ്പോഴാണല്ലോ അത് ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ള പരിപാടി മാറണം. നിങ്ങൾക്ക് തോക്കാണോ റോസാപ്പൂവാണോ പിടിക്കാൻ പേടി? എന്തും പിടിക്കും. എനിക്ക് തോക്കാനെ കുറിച്ചൊരു കംഫർട്ടാണ്, മാറ്റാനും മുള്ളുണ്ട്. ഈ പൊതുവെ നമ്മള് പെൺപിള്ളേര് ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒറ്റക്ക് നടന്നു പോകാൻ പേടിയാന്ന് കേട്ടിട്ടുണ്ട്. ഐ മീൻ ആൺകുട്ടികൾക്ക് ചെറിയ രീതിയിൽ കോൺഷ്യസ് ഞാൻ അമൃതയില പഠിച്ചത്, അവിടെ ഫുൾ പെൺകുട്ടികളാ. എനിക്ക് നടന്ന ശീലമുണ്ട്, കുഴപ്പമില്ല. കോൺഷ്യസ് ആവാറുണ്ട് കുറെ പേര്. ഒറ്റക്കൊക്കെ പോണെങ്കിൽ കുറെ പേര് എല്ലാം നോക്കുന്നുണ്ടല്ലോ, എന്നെ തന്നെ നോക്കുന്നേ എന്നുള്ളൊരു കോൺഷ്യസ് ആണ്. ഇപ്പം ഓരോ സിനിമകൾ കഴിയുന്തോറും ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ആദ്യ സിനിമ തൊട്ട് ഈ സിനിമ വരെ ഇപ്പൊ 25 സിനിമകൾ 8 വർഷത്തിനിടയിൽ ചെയ്തു. ചിലപ്പോ ഒരു 100 അതെ 8 വർഷം 2017 സീനിയർ ആണല്ലോ. സീനിയറാ ഞാൻ അനുചേച്ചിന്ന് വിളിക്കുന്നത്. ഇപ്പൊ 25 എന്ന് പറഞ്ഞ ഒരു 100 സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നാണല്ലോ 25 സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത്. ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് എന്ന രീതിയിൽ നമുക്ക് അനശ്വരയുടെ പടമാണോ അത് നല്ല പടമായിരിക്കും ആളുകൾക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ അത് ഈ സ്ക്രിപ്റ്റുകൾ വായിക്കുന്നത് ഇപ്പൊ അനശ്വര തന്നെയാണോ, അത് അമ്മയാണോ, ചേച്ചിയാണോ? നല്ല സിനിമ എൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ആൾക്കാരിപ്പം കഥ ചെയ്യുന്നവരോ ഡയറക്ടേഴ്സോ ഒരു നല്ല കഥാപാത്രം വരുമ്പോൾ അവർക്ക് എൻ്റെ ഫേസ് വരുന്നുണ്ടോ എന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നല്ല ക്രൂ നോക്കും, നല്ല എന്താണ് കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കും, മെയിൻലി ക്രൂ. നല്ല ഡയറക്ടറോ ഒക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും. ഇതിനകത്ത് നല്ല കാസ്റ്റും നല്ല ക്രൂവും വന്നപ്പോഴാണ് നല്ല ക്യാരക്ടറും അറ്റ് ദ സെയിം ടൈം വന്നപ്പോഴേ ഐ മീൻ എന്ന ഫീലാണ് അത്. അതിപ്പം അനശ്വരയുടെ ഒരു ജേർണി തന്നെ നമ്മൾ എല്ലാവരും കാണുന്നില്ലേ? അപ്പൊ അത് എത്രത്തോളം അനശ്വര ഇപ്പൊ സിനിമയുടെ ഭാഗമാകുന്ന സമയത്ത് എങ്ങനെയാ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാ മാറുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ടോ?
ഉച്ചയ്ക്ക് വരും, വന്ന് നേരെ വന്ന് നിൽക്കുന്നു, നേരെ വരണ കഥാപാത്രമായിട്ട് വന്നെന്ന് തോന്നുന്നു. വിളിക്കുമ്പോ ഷോർട്ട് റീൽ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോ ക്യാരക്ടർ വന്ന് വരുന്നു, വന്ന് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. നമ്മളങ്ങനെ കാണാറുള്ളൂ. ഹായ്, ചിലപ്പോ നമുക്കൊന്നായിരിക്കും ബാക്കിൽ അതായത് എക്സാമില് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വന്നിട്ട് പേപ്പർ കിട്ടുമ്പോ ഫുൾ മാർക്ക് കിട്ടുന്ന പോലത്തെ കുട്ടികൾ. അതിന്റെ മെയിൻ ആണ് മറ്റേ റോഷൻ. തലേന്ന് രാത്രിയൊക്കെ ഉറക്കത്തിലൊക്കെ രാത്രി ഉറക്കത്തിലേക്ക് പഠിക്കും, രാവിലെ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് എനിക്ക് ഇത്ര സമയം ഈ ചന്ദ്രചേട്ടൻ ഇതുപോലെ സംസാരിക്കുന്ന തഗ്ഗൊക്കെ പറയുന്ന ആളാണ്, കുറച്ച് കലിപ്പൊക്കെ എടുക്കുന്നത്. അവന്റെ ടോണാണ് അങ്ങനെ. ആദ്യം കാണുമ്പോ എന്താ ചോദ്യം എന്താന്നൊക്കെ ചോദിച്ചു കുറച്ച് അത് നാച്ചുറൽ ടോൺ ആളുടെ. ചോദിച്ചപ്പോ ഒന്നും ഇതായില്ലേ. ഈവൻ ഞാൻ ആളെ കണ്ടപ്പോഴും അങ്ങനെയായിരുന്നു. എനിക്കും ശരിക്കും അങ്ങനെയല്ല, എനിക്ക് ആൾക്കാരുടെ കൂടെ സംസാരിക്കേണ്ട എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ എന്തുകൊണ്ട് സംസാരിക്കണം വിശേഷം. ഇപ്പൊ അനശ്വരനെ ആദ്യമായിട്ട് കാണുന്നത്, അപ്പൊ ഞാനിങ്ങനെ അനശ്വരൻ എന്നിട്ട് ഹായ് പറഞ്ഞപ്പോ ഞാൻ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചേ. പുള്ളി എന്നെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഹായ് പറഞ്ഞ പുള്ളി എനിക്കുള്ളൂ. അല്ല, അപ്പൊ ഞാൻ ഇനി ബാക്കി അനശ്വരൻ എന്തിട്ട് സംസാരിച്ച് എനിക്ക് എന്തിട്ട് സംസാരിക്കാൻ അങ്ങോട്ട് പറയാൻ എന്തെങ്കിലും വേണമല്ലോ. ഞാനെന്ത് സംസാരിക്കുക, എനിക്ക് അനശ്വര എന്ന പേര് മാത്രമല്ല അറിയുള്ളൂ, പിന്നെ അടുത്ത് എന്ത് സംസാരിക്കുന്നു. അങ്ങനെ അതുകൊണ്ടൊന്നും മാറി നിൽക്കുന്ന, അല്ലാതെ എനിക്ക് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കമ്പനി ആയി കഴിഞ്ഞാൽ സംസാരിക്കൂലേ, കുറച്ച് കൂടുതലാണേ ഉള്ളൂ. ഇവിടെ ഒന്ന് പോയി തരുമെന്ന് ചോദിക്കാൻ. ശരി, അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന പോലെ ഒന്നല്ല, അടുത്തറിഞ്ഞ പഞ്ചപാവാണ്. ജിസ്റ്റോയ് ക്യാരക്ടർ അടുത്തറിഞ്ഞ ജിസ്റ്റോയ് ക്യാരക്ടർ. എല്ലാ കപ്പിൾസും ഫാമിലീസ് ആയിട്ടൊക്കെ സിംഗിൾസും പോയി സിനിമ കാണട്ടെ. ആൻഡ് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ തന്നെ ഞാനും ഉണ്ടാവും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.